ഫ്യൂഷൻ ഫീഡ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുരങ്ങുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ്? കൂട്ടമായി ജീവിക്കുന്ന സമാധാനപ്രിയരായ ജീവികൾ. പക്ഷേ ഒരു ദിവസം അവർ മനുഷ്യരെ പോലെ യുദ്ധം ചെയ്തു തുടങ്ങുകയാണെങ്കിലോ? അതും ഒരേ കൂട്ടത്തിൽ ജീവിച്ചിരുന്നവർ തമ്മിൽ. ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ ഭീകരത? ഇതാണ് ലോകത്തെ ഞെട്ടിച്ച യഥാർത്ഥ കഥ. ഒരു ചിമ്പാൻസി സമൂഹം, വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു കൂട്ടം, പെട്ടെന്ന് രണ്ടായി പിരിഞ്ഞു. സാധാരണ തർക്കമല്ല, ഇതൊരു യുദ്ധമായിരുന്നു. ചരിത്രത്തിൽ ചിമ്പാൻസി വാർ എന്നറിയപ്പെടുന്ന ഈ സംഭവം മനുഷ്യരുടെ യുദ്ധങ്ങളെപ്പോലും ഓർമ്മിപ്പിക്കുന്നത്ര ഭീകരമായിരുന്നു. ആദ്യത്തിൽ ചെറിയ സംഘർഷങ്ങൾ മാത്രം, ഭക്ഷണം, ആധിപത്യം, ഇതൊക്കെയാണ് കാരണം. പക്ഷേ അത് പതിയെ വളർന്നു. ഒരു ദിവസം ഒരു കൂട്ടം രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞു. ഒരു വശത്ത് ശക്തരായ പുരുഷന്മാർ, മറ്റൊരു വശത്ത് അവരെ വെല്ലുവിളിച്ച മറ്റൊരു സംഘവും. അതിനുശേഷം നടന്നത് ഒരു യഥാർത്ഥ യുദ്ധം തന്നെയായിരുന്നു. അവർ ഒറ്റയ്ക്ക് ആക്രമിച്ചില്ല, പ്ലാൻ ചെയ്ത് കൂട്ടമായി ഒറ്റപ്പെട്ടവരെ ലക്ഷ്യമാക്കി ആക്രമിച്ചു. ഒരംഗം ഒറ്റപ്പെടുന്ന സമയം അതവൻ്റെ അവസാനമായി മാറും. ദിവസങ്ങളായി, മാസങ്ങളായി ഈ ആക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം പെട്ടെന്ന് ഭയത്തോടെ നിറഞ്ഞ ഒരു യുദ്ധഭൂമിയായി മാറി. ഒരിക്കൽ കൂട്ടുകാരായിരുന്നവർ ഇപ്പോൾ ശത്രുക്കളായി. ഇത് വെറും മൃഗങ്ങളുടെ സംഘർഷമല്ല, ഇത് നമ്മളെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യമുയർത്തുന്നു. മനുഷ്യരുടെ യുദ്ധങ്ങളും ഇതുപോലെയാണോ തുടങ്ങുന്നത്? ചെറിയ തർക്കങ്ങൾ, അഹങ്കാരം, ആധിപത്യം, ഇതെല്ലാം ചേർന്നപ്പോൾ ഒരു വലിയ നാശത്തിലേക്ക് എത്തിക്കുന്നില്ലേ? ശാസ്ത്രജ്ഞർ പോലും ഈ സംഭവത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരു കാര്യത്തിൽ ഞെട്ടി. ചിമ്പാൻസികൾ പോലും കൂട്ടമായി പ്ലാൻ ചെയ്ത് ആക്രമിക്കാൻ കഴിയും. അതായത് യുദ്ധമെന്നത് മനുഷ്യരുടെ മാത്രം സ്വഭാവമല്ല, അത് പ്രകൃതിയിൽ തന്നെ ഉള്ള ഒന്നാണ്. പക്ഷേ വ്യത്യാസം എന്താണ്? മനുഷ്യർക്ക് ബുദ്ധിയുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള കഴിവുമുണ്ട്. എന്നാൽ നമ്മൾ ഇന്നും യുദ്ധം തിരഞ്ഞെടുക്കുന്നു. ഈ ചിമ്പാൻസി യുദ്ധം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ശക്തിയുണ്ടാവാം, കൂട്ടമുണ്ടാകാം, പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് അവസാനം തീരുമാനിക്കപ്പെടുന്നത്. സമാധാനം തിരഞ്ഞെടുക്കാമായിരുന്നൊരിടത്ത് യുദ്ധം തിരഞ്ഞെടുക്കുമ്പോൾ നഷ്ടം എല്ലാവർക്കും തന്നെ. ഇതൊരു മൃഗങ്ങളുടെ കഥ മാത്രമല്ല, ഇത് മനുഷ്യർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ്.